ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ലേറ്റസ്റ്റായി റിലീസ് ചെയ്ത നീരജ എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തൻ്റെ ടീം മെമ്പേഴ്സിനെല്ലാം പ്രസൻറ്റേഷൻ അവതരിപ്പിച്ചു കൊടുക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. നമ്മുടെ നായികയുടെ പേരാണ് നീരജ. പ്രസൻറ്റേഷൻ എല്ലാം കഴിഞ്ഞതിനു ശേഷം നായികയുടെ കൊളീഗ്സ് നായികയോട് അവരോടൊപ്പം ഒരു ട്രിപ്പിന് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ നായിക ഓരോ കള്ളമെല്ലാം പറഞ്ഞ് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു. അവിടെ കച്ചത് ഓഫീസെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്ന നായികയെയാണ് കാണിക്കുന്നത്. ആ സമയത്ത് അവൾ ബസ്സിൽ വെച്ച് ചെറുതായിട്ടൊന്ന് മയങ്ങി പോകുന്നു. അവിടെ കച്ചത് ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. നായിക തന്റെ ഭർത്താവായ അലക്സിനോടൊപ്പം സന്തോഷകരമായ ഒരു ജീവിതം ജീവിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഒരു ആക്സിഡന്റിൽ അലക്സ് കൊല്ലപ്പെടുന്നു. നായിക അലക്സിനോടുള്ള ഇഷ്ടം കാരണം വീട് മുഴുവൻ അലക്സിന്റെയും അവളുടെയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം വെച്ച് നിറച്ചിരിക്കുകയാണ്. അവിടെ കച്ചത് അന്ന് വൈകുന്നേരം തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത് കൊണ്ട് ഫിസിക്കൽ നീഡ്സിന് വേണ്ടി ഒരു വൈബ്രേറ്റർ എല്ലാം ഓൺലൈനിൽ നിന്നും ബുക്ക് ചെയ്യാൻ നോക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ നായിക അവളുടെ അച്ഛനും അമ്മയും ഒരു കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. അവർ നായികയോട് എത്രയും പെട്ടെന്ന് അടുത്ത ഒരു വിവാഹം കഴിക്കണമെന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ നായിക തനിക്ക് ഇനിയൊരു വിവാഹം വേണ്ട എന്ന കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന നായികയുടെ അച്ഛൻ ആ കോഫി ഷോപ്പിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവിടെ കച്ചത് ഓഫീസിൽ തന്റെ സീനിയേഴ്സിനെല്ലാം പ്രസന്റേഷൻ അവതരിപ്പിച്ചു കൊടുക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. എന്നാൽ തന്റെ പ്രശ്നങ്ങളെല്ലാം കാരണം നായികയ്ക്ക് വർക്കിൽ ഒട്ടും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. നായിക പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നത് കണ്ട് നായികയുടെ കൊളീഗ് നായികയോട് വിശ്രമിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവിടെ കച്ചത് അന്ന് വൈകുന്നേരം താൻ സ്ഥിരം ഫ്ലവേഴ്സ് എല്ലാം വാങ്ങുന്ന കടയിൽ നിന്നും ഫ്ലവേഴ്സ് എല്ലാം വാങ്ങി വരുന്ന നായികയെയാണ് കാണിക്കുന്നത്. ആ സമയം നായികയുടെ സുഹൃത്ത് നായികയെ വിളിച്ചുകൊണ്ട് അവളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്നോണം ഒരു ഡോക്ടറെ ചെന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം ഡോക്ടറെ മീറ്റ് ചെയ്യുന്ന നായികയെയാണ് കാണിക്കുന്നത്. നായിക ഡോക്ടറോട് അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായെന്നും 3 വർഷത്തോളം അവൾ അലക്സുമായി സന്തോഷത്തോടെയാണ് ജീവിച്ചത്. എന്നാൽ അലക്സ് മരിച്ചതിനു ശേഷം അവൾ കഴിഞ്ഞ 2 വർഷമായി മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല എന്ന കാര്യമെല്ലാം പറയുന്നു. ഡോക്ടർ നായികയോട് അലക്സ് മരിച്ചതിനു ശേഷം വേറെ ആരുടെയെങ്കിലും കൂടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ നായിക തനിക്ക് അലക്സിനെ ഒരിക്കലും ചതിക്കാൻ സാധിക്കില്ല എന്നുമെല്ലാം ഡോക്ടറോട് പറയുന്നു. ഇത് കേട്ട ഡോക്ടർ അലക്സ് മരിച്ചുപോയ കാര്യം അവൾക്ക് വീണ്ടും ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ നായികയോട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന കാര്യമെല്ലാം ചോദിക്കുന്ന കൊളീഗിനെയാണ് കാണിക്കുന്നത്. ആ സമയം അവൾ എല്ലാ കാര്യവും ഡോക്ടറോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കിയ കൊളീഗ് അവളെ വഴക്കെല്ലാം പറയുന്നു. എന്നാൽ ആ സമയം അവിടേക്ക് വന്ന അവരുടെ ഒരു കോമൺ ഫ്രണ്ട് നായികയുടെ പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷനായി ഒരു ഡേറ്റിംഗ് ആപ്പ് അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ ജോഗിംഗ് എല്ലാം കഴിഞ്ഞ് കോഫി കുടിച്ച് നിൽക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. ആ സമയം നായികയുടെ സർവന്റ് അവിടേക്ക് കടന്നു വരുന്നു. നായിക ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്ന സമയം കൊണ്ട് അവിടെ ടേബിളിൽ ഉണ്ടായിരുന്ന മാഗസീൻസ് എല്ലാം എടുത്ത് ഷെൽഫിൽ കൊണ്ടുവയ്ക്കുന്നു. എന്നാൽ ഇത് കണ്ട നായിക ഉടനെ തന്നെ ആ മാഗസീൻസ് എല്ലാം എടുത്ത് ആ ടേബിളിൽ തിരിച്ചു കൊണ്ടുവയ്ക്കുന്നു. നായിക സർവന്റിനോട് അലക്സിന്റെ ഏറ്റവും ഫേവറേറ്റ് മാഗസീൻസ് ആണെന്നും അതിൽ തൊട്ടു പോകരുത് എന്ന കാര്യമെല്ലാം പറയുന്നു. അവിടെ കച്ചത് ഡോക്ടറെ മീറ്റ് ചെയ്യുന്ന നായികയെയാണ് കാണിക്കുന്നത്. അവൾ ഡോക്ടറോട് ഈ ഡേറ്റിംഗ് ആപ്പ് എല്ലാം വഴി പരിചയപ്പെടുന്ന ആൾക്കാരോടൊപ്പം പോകുന്നതിൽ തെറ്റുണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ഡോക്ടർ ആവശ്യം നിന്റേതാണെന്നും അതുകൊണ്ട് തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് നീയാണെന്നും പറഞ്ഞ് അവളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അവിടെ കച്ചത് പാർക്കിലിരിക്കുന്ന നായികയാണ് കാണിക്കുന്നത്. എന്നാൽ അവൾ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അവിടെ വെച്ചിരുന്ന ഫ്ലവേഴ്സ് എടുക്കാൻ വേണ്ടി മറക്കുന്നു. എന്നാൽ അതിലൂടെ പോയ വ്യക്തി ആ ഫ്ലവേഴ്സ് എല്ലാം എടുത്ത് നായികയ്ക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കുന്നു. ആ വ്യക്തിയുടെ പേരാണ് അരുൺ. അയാളാണ് നമ്മുടെ കഥയിലെ നായകൻ. അവിടെ കച്ചത് അരുണിന്റെ വീടാണ് കാണിക്കുന്നത്. അരുൺ വീട്ടിലെത്തിയ സമയത്ത് ഓഫീസിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയ ഒരു ഇമെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ അരുൺ ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് അവന്റെ ഭാര്യ അവനോട് സംസാരിക്കാൻ വരുന്നത് കണ്ട് അവൻ അവരോട് ദേഷ്യപ്പെടുന്നു. അവിടെ കച്ചത് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റാതെ കിടക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. ആ സമയം നായികയുടെ അച്ഛനും അമ്മയും കോൾ ചെയ്യുന്നു. അവർ നായികയോട് അന്ന് പറഞ്ഞ കല്യാണ കാര്യം പ്രൊസീഡ് ചെയ്യട്ടെ എന്ന് വീണ്ടും ചോദിക്കുന്നു. എന്നാൽ നായിക ദേഷ്യപ്പെട്ടുകൊണ്ട് ആ കോൾ കട്ട് ചെയ്യുന്നു. ആ ദേഷ്യത്തിൽ നായിക ആ ഡേറ്റിംഗ് ആപ്പ് എടുത്ത് അതിൽ കണ്ട ഒരു വ്യക്തിക്ക് ഇൻട്രസ്റ്റ് എല്ലാം അയക്കുന്നു. അവിടെ കച്ചത് ആ ഡേറ്റിംഗ് ആപ്പിലെ വ്യക്തിയെ മീറ്റ് ചെയ്യാൻ ചെല്ലുന്ന നായികയെയാണ് കാണിക്കുന്നത്. നായിക അയാളെ നായികയുടെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഫ്ലാറ്റിലെത്തിയ ശേഷം നായിക അയാളോട് അലക്സിനെ പറ്റി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. മരിച്ചുപോയ തന്റെ ഭർത്താവിനെ ഇത്രയധികം സ്നേഹിക്കുന്നത് കണ്ട് ആ വ്യക്തി ആ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. തന്റെ തൊട്ടടുത്തെത്തിയിട്ടും തന്റെ ആഗ്രഹമൊന്നും സാധിക്കാതെ പോയ വിഷമത്തിൽ അവൾ ഈ കാര്യമെല്ലാം ഡോക്ടറോട് ചെന്ന് പറയുന്നു. എന്നാൽ ഡോക്ടർ അവളോട് വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ ജോഗിങ്ങിനിടയിൽ അരുണിനെ മീറ്റ് ചെയ്യുന്ന നായികയെയാണ് കാണിക്കുന്നത്. അരുണുമായിട്ടുള്ള കുറച്ചു നേരത്തെ സംസാരത്തിനു ശേഷം ഇരുവരും നല്ല സുഹൃത്തുക്കളായി മാറുന്നു. അരുൺ നായികയോട്
അവൻ തൊട്ടപ്പുറത്തുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന കാര്യമെല്ലാം അവളോട് പറയുന്നു. അവിടെ കട്ട് ചെയ്ത് നായിക വർക്ക് ചെയ്യുന്നതിനിടയിൽ അവളെ മീറ്റ് ചെയ്യാൻ വരുന്ന അവരുടെ സീനിയറെയാണ് കാണിക്കുന്നത്. അയാൾ നായികയോട് ഹസ്ബൻഡ് മരിച്ചതുകൊണ്ട് ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി അയാളെ സമീപിച്ചോളാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന നായിക ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോരുന്നു. അവിടെ കട്ട് ചെയ്ത് അരുണിന്റെ വർക്ക് സൈറ്റ് ആണ് കാണിക്കുന്നത്. അവൻ അവന്റെ സുഹൃത്തിനോട് നായികയെ പരിചയപ്പെട്ട കാര്യമെല്ലാം പറയുന്നു. അവിടെ കട്ട് ചെയ്ത് ഈവനിങ്ങിൽ തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് വരുന്ന അരുണിനെയാണ് കാണിക്കുന്നത്. ആ സമയം അവന്റെ ഭാര്യ അവരുടെ മെമ്മറബിൾ മൊമെന്റ്സ് എല്ലാം ഓർമ്മയ്ക്ക് വേണ്ടി വീട്ടിൽ തൂക്കിയിടുന്നത് കണ്ട് അവൻ അവളോട് ദേഷ്യപ്പെടുന്നു. അവിടെ കട്ട് ചെയ്ത് ബാറിൽ തന്റെ സുഹൃത്തിനോടൊപ്പം ഇരുന്ന് മദ്യപിക്കുന്ന അരുണിനെയാണ് കാണിക്കുന്നത്. അരുൺ തന്റെ സുഹൃത്തിനോട് അവൻ സ്വന്തമായി തുടങ്ങാൻ പോകുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയെ പറ്റിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം ഓഫീസിൽ നിന്നും അരുണിനെ കോൾ ചെയ്യുന്ന നായികയെയാണ് കാണിക്കുന്നത്. നായിക അരുണിനോട് അവന്റെ വാട്സാപ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവിടെ കട്ട് ചെയ്ത് അന്ന് വൈകുന്നേരം പാർക്കിൽ വെച്ച് നായികയെ മീറ്റ് ചെയ്യുന്ന അരുണിനെയാണ് കാണിക്കുന്നത്. അരുൺ നായികയോട് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടിയാണോ നീ എന്നെ പരിചയപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അവിടെ കട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈവനിങ്ങിൽ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നായികയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അതിലൂടെ പോയിരുന്ന അരുൺ നായികയ്ക്ക് ലിഫ്റ്റ് എല്ലാം കൊടുക്കുന്നു. അതിലൂടെ അവരുടെ സൗഹൃദം വീണ്ടും തുടങ്ങുന്നു. അവിടെ കട്ട് ചെയ്ത് അന്ന് വൈകുന്നേരം തന്റെ ഭാര്യയുമായി വഴക്കുണ്ടാക്കുന്ന അരുണിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം ദേഷ്യം വന്ന അരുൺ നായിക നേരത്തെ അയച്ച മെസ്സേജിന് റിപ്ലൈ എന്നോണം അവന് ഓക്കെ ആണ് എന്ന രീതിയിൽ മെസ്സേജ് എല്ലാം അയക്കുന്നു. അവിടെ കട്ട് ചെയ്ത് അരുണിന്റെ ബോസ് അരുണിനോട് പിറ്റേ ദിവസം കോയമ്പത്തൂരിലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ അരുൺ 2 ദിവസത്തേക്ക് താൻ തിരക്കിലാണെന്നും അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോവാമെന്നും ബോസിന് ഉറപ്പ് കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് തന്റെ ഭാര്യയോട് 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്ത് വെക്കാൻ പറയുന്ന അരുണിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഭാര്യ എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുമ്പോൾ അയാൾ ഒന്നും തന്നെ മിണ്ടാതെ അയാളുടെ ഡ്രസ്സെല്ലാം സ്വയം ചെന്ന് പാക്ക് ചെയ്ത് വെക്കുന്നു. എന്നാൽ തന്നോടൊന്നും തന്നെ പറയാതെ ബാഗെല്ലാം പാക്ക് ചെയ്ത് പോകുന്ന ഭർത്താവിനെ കണ്ട് അവൾക്ക് വളരെയധികം വിഷമമാകുന്നു. അവിടെ കട്ട് ചെയ്ത് പാർക്കിൽ അരുണിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. അരുൺ എത്തിയ ശേഷം അവൾ അരുണിനെയും കൂട്ടിക്കൊണ്ട് അവളുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. എന്നാൽ അവൾ ഫ്ലാറ്റിൽ ചെന്ന സമയം അവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് മൊത്തത്തിൽ ഇരുട്ടായിരുന്നു. അരുൺ നായികയോടൊപ്പം അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. എന്നാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോയി കഴിഞ്ഞ ശേഷം അവിടെ കറണ്ട് വന്നപ്പോഴാണ് അരുണിന് തന്റെ ഭാര്യ തൂക്കിയിടുന്ന പോലത്തെ ബാംഗിൾസ് എല്ലാം ആ ഫ്ലാറ്റ് മുഴുവൻ തൂക്കിയിട്ടിരിക്കുന്നത് അവൻ നോട്ടീസ് ചെയ്യുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ട ഉടൻ തന്നെ തന്റെ ഭാര്യയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലെത്തിയ ശേഷം അയാൾ തന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച് സംസാരിക്കുന്നു. ഇതെല്ലാം കണ്ട് അവൾക്ക് വളരെയധികം സന്തോഷമാവുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ സന്തോഷത്തോടെ എഴുന്നേൽക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം ഫ്ലാറ്റിലേക്ക് കടന്നു വന്ന സർവൻ ചുമരിൽ അലക്സിന്റെ ഫോട്ടോസിന് പകരം പെയിന്റിങ്സും ബോൾ ആർട്ടും എല്ലാം ഇരിക്കുന്നത് കണ്ട് മൊത്തത്തിൽ ഞെട്ടുന്നു. നായികയുടെ ഇത്രയും കാലത്തെ സെക്ഷൽ നീഡ്സ് സാധിച്ചപ്പോൾ അവൾക്കുണ്ടായ മാറ്റവും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.